കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പല ഗ്രഹങ്ങളും നിർമ്മിക്കുമ്പോൾ ചില നിസാര കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഗ്രഹത്തിൽ പല ദോഷങ്ങളും പല അസ്വസ്ഥതകളും സംഭവിക്കാറുണ്ട്. ഗ്രഹം നിർമ്മിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രഹനിർമ്മാണം കൊണ്ട് ഇപ്പോൾ ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിലും ഒരു വാടക വീടാണെങ്കിലും അല്ലെങ്കിൽ പുതിയ വീട് പണിയാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുമൂലമുള്ള ധനനഷ്ടം, മനക്ലേശം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇവ ഒഴിവാക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുന്നിൻ്റെ താഴ്വരയിലായിട്ട് വലിയൊരു കുന്ന്, അതിൻ്റെ താഴ്വരയെ കൊണ്ടുവന്നൊരു വീട് വെച്ചു. അപ്പോൾ അതൊന്ന്. പിന്നെ പാറപ്പുറത്ത് വലിയ ഒരു പാറ അതിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് അത് അവിടെ പാറയൊക്കെ പൊട്ടിച്ച് അവിടെ ഒരു വീടുണ്ടാക്കി. 2 ചുമരുകൾ പൊളിഞ്ഞ വീട്, ഒരു വീട് നല്ലൊരു വീട്, അതിൻ്റെ ഒരു സൈഡിൽ കുറേ ചുമരുകൾ പൊളിഞ്ഞിട്ടുണ്ട് ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ പൊളിഞ്ഞ ഗ്രഹം. വാതിലുകൾ തുറക്കുമ്പോൾ ചില വീട്ടിൽ കണ്ടിട്ട് വാതിലുകൾ തുറക്കുമ്പോൾ കറന്ന് ഒച്ച കേൾക്കും. വാതിലുകൾ തുറക്കുമ്പോൾ ശബ്ദം, അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ശബ്ദം, ഒച്ച കേൾക്കുന്ന ഗ്രഹം. മൂങ്ങകൾ, കാക്കകൾ, പ്രാവുകളൊക്കെ കൂട് വയ്ക്കുന്ന അധിവസിക്കുന്ന ഗ്രഹം. പ്രാവുകളൊക്കെ കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീട്. വാതിലുകളില്ലാത്ത ഗ്രഹം, വാതിലില്ലാതെ അടച്ചിടാൻ വാതിലില്ലാതെ ജനലോ വാതിലുകളൊക്കെ ഇഴജന്തുക്കൾ കയറി വരും എന്നുള്ളത് വേറെ പ്രധാനം. ഒപ്പം തന്നെ വാതിലുകളില്ലാത്ത ഗ്രഹം. രാത്രിയൊക്കെ പൂച്ച വീട്ടിലുണ്ടെങ്കിൽ പൂച്ച രാത്രി വീടിനകത്ത് കിടന്ന് കരയുന്ന വീട്, പൂച്ച കരയുന്ന വീട്. പിന്നെ ഇടിമിന്നലൊക്കെ വീണിട്ട് വിള്ളൽ വീണ് പൊട്ടിയ വീടുകള്. വെള്ളം ഒലിച്ചിറങ്ങുന്ന ഗ്രഹം, ചോർന്നൊലിക്കുന്ന വീട്. കൂടുതൽ കോണുകളുള്ള ഗ്രഹം, വീട്ടിൽ ഒരുപാട് കോണുകളും കണക്ക് പ്രകാരം ഇല്ലാത്ത തന്നെയുള്ള ഒരുപാട് കോണുകളൊക്കെ പണിത് വച്ചിരിക്കുന്ന വീട്. ബ്രഹ്മഹത്യ നടന്ന വീട്, ബ്രാഹ്മണന്മാര് വസിക്കുകയോ അവര് മുൻപ് പൂർവാർജിതമായിട്ട് ബ്രാഹ്മണന്മാര് മരിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന വീട്. ബീമുകള് ചുമരിന് പുറത്തേക്ക് തള്ളി നിൽക്കുക. ഈ ബീമൊക്കെ ഇട്ട് പണിത വീടിന്റെ ചുമര്, 2 ചുമരിന്റെ പുറത്തേക്ക് പിന്നെയും ബീമുകൾ തള്ളി നിൽക്കുന്ന ഗ്രഹം, അതായത് മരണച്ചുറ്റൊക്കെ വരുന്ന ഗ്രഹങ്ങള്. ശ്മശാനത്തിനടുത്തുള്ള ഗ്രഹം. ഇങ്ങനെ വളരെ ദിവസങ്ങളും വളരെ നാളുകളുമായിട്ട് ആൾ പാർപ്പില്ലാതെ കിടക്കുന്ന ഗ്രഹം. കുഴിയുള്ള പ്രദേശത്ത് നിർമ്മിച്ച ഗ്രഹം, വളരെ ഒരു കുഴി, പാടം പോലത്തെ കുഴി, അതിൽ കൊണ്ടുവന്നിട്ട് വീട് വയ്ക്കുക. ഇങ്ങനെ ഈ മാതിരിയുള്ള ഗ്രഹങ്ങളിലൊക്കെ നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനനഷ്ടവും മനക്ലേശവും ഉണ്ടാവും. ധനനഷ്ടവും മനക്ലേശവും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിത്തഭ്രമം പോലും പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഗ്രഹങ്ങൾ പണിയുമ്പോൾ എപ്പോഴും സ്ഥലങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ വാസ്തുവിൽ ഗ്രഹം പണിയാൻ. അപ്പം അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വാങ്ങുന്ന ഗ്രഹം എങ്ങനെയാണ്, ഈ ഗ്രഹം പണിയാൻ പറ്റിയ ഉചിതമായ ഭൂമിയാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ പാടുള്ളൂ. എവിടെയെങ്കിലും കുറച്ച് വിലക്കുറവിന് സ്ഥലം കിട്ടിയെന്ന് കണ്ടാൽ ഉടനെ അവിടെ പോയിട്ട് ആ സ്ഥലം വാങ്ങിച്ച് ഗ്രഹം പണിത് താമസിച്ചു തുടങ്ങുമ്പോഴായിരിക്കും പല പ്രശ്നങ്ങളും നമ്മൾ ഈ ഗ്രഹനാഥനും ഗ്രഹനാഥയൊക്കെ അനുഭവിക്കേണ്ടി വരിക. അപ്പം അതുകൊണ്ട് ഭൂമിയുടെ കിടപ്പും ഭൂമിയുടെ ആ ശാസ്ത്രീയ വശമൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഗ്രഹം പണിയാൻ ശ്രമിക്കുക.